ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള മുട്ട പപ്സാണ്. ഞാനിവിടെ 8 മുട്ട പപ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യമായിട്ട് 4 മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാം. ഞാനിവിടെ കുക്കറിലാണ് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുള്ളത്. കുക്കറിൽ ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോൾ മുട്ട ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി 3 സവാള നീളത്തിൽ അരിയാം, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും. 1 ടീസ്പൂൺ ഓയിൽ ചൂടാക്കാം. അതിനകത്തേക്ക് പെരിഞ്ചീരകം 1 ടീസ്പൂൺ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നന്നാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ്. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകളെല്ലാം എടുത്തു വയ്ക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി. ഇതെല്ലാം 1/4 ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ മസാലകളും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഗ്രേവി നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള 4 മുട്ട ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം 1 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. ഞാനിവിടെ പപ്സിന് ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി പപ്സ് ഷീറ്റിലേക്ക് പൊടി വിതറിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ പപ്സ് ഷീറ്റെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മുറിച്ചെടുക്കാം. ഞാനിവിടെ 8 പീസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഗ്രേവി ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ പപ്സിൻ്റെ ഷീറ്റിലേക്ക് ആദ്യം ഗ്രേവി വെച്ച് അതിന് മുകളിൽ ഹാഫായിട്ട് മുറിച്ച മുട്ട വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. മടക്കി എടുത്തതിന് ശേഷം നമ്മൾ എഗ് വാഷ് ഉണ്ടാക്കണം. ഒരു എഗ്ഗ് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതുപോലെ നന്നായി അടിച്ചെടുത്ത എഗ്ഗ് ഇതുപോലെ പപ്സിൻ്റെ മേലിലേക്ക് എഗ് വാഷ് ചെയ്യണം. എല്ലാ പപ്സിലും എഗ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അവൻ 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് 200 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്.